നമുക്ക് ബോക്സ് നോർമലൈസേഷൻ ഓർ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് കാണാം. ഇപ്പം നമ്മൾ ഒരു ബൗണ്ട് സ്റ്റേറ്റ് പ്രോബ്ലം എന്നാണ് അതിന് പറയുന്നത്. ബൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഈസ് കൺഫൈൻഡ് ടു എ ഫൈനൈറ്റ് റീജിയൻ ഓഫ് സ്പേസ്. ഒരു പർട്ടിക്കുലർ സ്പേസിൽ കൺഫൈൻഡ് ആണ് പാർട്ടിക്കിൾ എങ്കിൽ നമ്മളെ ആ പാർട്ടിക്കിളിനെ വിളിക്കുന്ന പേരാണ് ബൗണ്ട് പാർട്ടിക്കിൾ എന്ന്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബൗണ്ട് സിസ്റ്റം ഓഫ് മെനി ആറ്റം. അതായത് ഒരു ആറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബൗണ്ട് സിസ്റ്റം ഓഫ് ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ് എന്ന് പറയാം. അപ്പം ഒരു ജനറൽ ഫീച്ചർ ബൗണ്ട് പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ ജനറൽ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ വേവ് ഫങ്ഷൻ വാനിഷ് ചെയ്യും ആസ് ഇറ്റ് ഗോ എവേ ഫ്രം ദ റീജിയൻ വേർ ഇറ്റ് ഈസ് കൺഫേംഡ്. അപ്പോൾ ന്യൂക്ലിയസിനടുത്താണ് ഈ ഇലക്ട്രോൺസ് ഉള്ളത് അല്ലേ. അപ്പോൾ ന്യൂക്ലിയസിന് ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ച് ഈ വേവ് ഫങ്ഷൻ വാനിഷ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ആറ്റത്തിനെ ഒരു ബൗണ്ട് സിസ്റ്റമാണെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ ബൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ ബൗണ്ട് സിസ്റ്റത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് വാല്യൂ ആണെന്ന് ക്വാണ്ടം മെക്കാനിക്സ് വഴി നമുക്ക് പറയാൻ പറ്റും. സോ ബൗണ്ട് പാർട്ടിക്കിൾ ഈസ് അലൗഡ് ടു ഹാവ് ഓൺലി ഡിസ്ക്രീറ്റ് വാല്യൂ ഓഫ് എനർജി. അപ്പോൾ അതിനെയാണ് ഒരു ബൗണ്ട് സിസ്റ്റം. അതിന് ബൗണ്ട് സിസ്റ്റത്തിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് പറയുന്നത് ബോക്സ് പ്രോബ്ലം എന്നാണ് അതിന് പറയുന്നത്. ബോക്സ് നോർമലൈസേഷൻ എന്നാണ് ഈ മെത്തേഡിനെ വിളിക്കുന്ന പേര്. ഈ ബോക്സ് നോർമലൈസേഷൻ എവിടെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഫോർ നോർമലൈസിങ് വേവ് ഫങ്ഷൻ വിച്ച് ഹാവ് ഇൻഫൈനൈറ്റ് നോമുള്ള വേവ് ഫങ്ഷനെ നോർമലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് ബോക്സ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബോക്സ് എടുക്കുക, ആ ബോക്സ് 1 ഡയമെൻഷണൽ ആണെന്ന് കൺസിഡർ ചെയ്യുക. അതിൻ്റെ ലെങ്ത് നമുക്ക് എല്ലായിട്ട് പടം നോക്കിക്കേ, 0 to L കണ്ടോ, 0 to L. അപ്പോൾ എല്ലാണ് അതിൻ്റെ ലെങ്ത്ത്, എക്സ് ഡയറക്ഷനിൽ എല്ലാണ് അതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 1 ഡയമെൻഷണലായിട്ടുള്ള ഒരു ബോക്സ് ആയിട്ട് അതിനെ എടുക്കുക. അപ്പോൾ ഈ ബോക്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബോക്സിനകത്ത് 0 തൊട്ട് L വരെയുള്ള റീജിയനിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് അതിൻ്റെ ക്ലോസ്ഡ് റീജിയൻ എന്ന് പറയുന്നത്. എന്നാൽ അതിന് 0യ്ക്ക് ബിയോണായിട്ടും L കഴിഞ്ഞുള്ള റീജിയനിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. അതാണ് നമ്മൾ എഴുതിയേക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി വാനിഷസ് ബിറ്റ്വീൻ 0 and L ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി വെൻ 0 ഗ്രേറ്റർ ദാൻ എക്സ് ഗ്രേറ്റർ ദാൻ L. അതാണ് മാത്തമാറ്റിക്കലി നമ്മളങ്ങനെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റിയാണ് വോൾസിൽ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ വേവ് ഫങ്ഷനും 0 ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് ഷ്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എടുക്കാൻ വേണ്ടി ആദ്യം ഇക്വേഷൻ എടുത്തു. മൈനസ് എന്താണ് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ എന്താ, ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ എന്താ, മൈനസ് h cut square del square by 2m പ്ലസ് v of r ഓഫ് phi of r is equal to e into phi of r. ഇതാണ് നമ്മുടെ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററൊക്കെ ഉൾപ്പെടുന്ന ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിനകത്ത് m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ പാർട്ടിക്കിളാണ്, e എന്ന് പറയുന്നത് എനർജിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കൂടെ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് 1 ഡയമെൻഷൻ കേസായിട്ട് എഴുതുമ്പം നമുക്ക് ആറിന് പകരം അല്ലെ ഡെല്ലിന് പകരം ഡോ സ്ക്വയർ 5/x² ഇടണം. അതുപോലെ ഫൈ ഓഫ് ആർ ടിക്ക് പകരം ഫൈ ഓഫ് എക്സ്, ആറിന് പകരം ഫൈ ഓഫ് എക്സ് എന്നും എടുക്കണം 1 ഡയമെൻഷനിലായതുകൊണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് h cut square by 2m ഇൻറ്റു ഡോ സ്ക്വയർ 5/x² ഇസ് ഈക്വൽ ടു ഈ ഫൈ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇനി ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിക്കേ. അപ്പം ഡോ സ്ക്വയർ 5/x² ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ 5/x² ഇസ് ഈക്വൽ ടു മൈനസ് 2m e/h cut square ഫൈ ഓഫ് എക്സ് എന്നാണ് കിട്ടുന്നത്.
അപ്പോൾ അതിനെ ഇക്വേഷനായിട്ട് എഴുതുമ്പം ഡോ സ്ക്വയർ 5/∂x² പ്ലസ് 2m E/h², E5 = 0 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്ന് പറഞ്ഞ് ഇൻസൈഡ് ദ ബോക്സ്. അപ്പോൾ ഇൻസൈഡ് ദ ബോക്സ് നമുക്ക് അതിൻ്റെ ടോട്ടൽ എനർജി E എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി മാത്രമാണ്. അതെന്ന് പറയുന്നത് 12mv² ആണ്. നമുക്ക് p²/2m എന്ന് എഴുതാം. നമുക്കറിയാം മൊമെൻറ്റം എന്ന് പറയുന്നത് h∩k എന്ന് എഴുതാമെന്നുള്ളത് അറിയാം. k എന്ന് പറയുന്നത് വേവ് വെക്ടറാണ്. അപ്പോൾ നമുക്ക് pക്ക് പകരം നമുക്ക് h∩k എന്ന് കൊടുക്കാം. അപ്പോൾ h∩2 k²/2m എന്ന് കിട്ടും. അപ്പോൾ ഈ k എന്ന് പറയുന്നത് 2π/λ ആണെന്ന് ഓർക്കണം. അതിനെ വേവ് വെക്ടർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനകത്തുനിന്ന് k² സൊല്യൂഷൻ കിട്ടി. k² = 2mE/h² എന്ന് കിട്ടി. അപ്പം അതിനകത്ത് നമുക്ക് മുകളിലത്തെ ഇക്വേഷനകത്ത് നമ്മൾ അതിന് k² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുവാണെങ്കിൽ ഡോ സ്ക്വയർ 5/∂x² = 2m/E/h² പകരം k² ഇട്ട് കൊടുത്തു. k² φ(x) എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിൻ്റെ സൊല്യൂഷൻ ജനറലായിട്ട് അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് φ = a sin kx പ്ലസ് b cos kx എന്ന് എഴുതാം. അതായത് ഹാർമോണിക് ഓസിലേറ്ററാണ് അതിൻ്റെ ഇക്വേഷനാണത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൈനിൻ്റെയും കോസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ജനറലായിട്ടുള്ള ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? φ = a sin kx പ്ലസ് b sin kx എന്ന് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് കോഎഫിഷ്യൻ്റ് a എന്താണ് b എന്താണെന്ന് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്ത് നമുക്കതിൻ്റെ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് സിമ്പിൾ ഹാർമോണിക് ഇക്വേഷനാണ് ജനറലായിട്ട് കിട്ടിയ അതിൻ്റെ സൊല്യൂഷനാണ് എഴുതുന്നത്. നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോവാണ്. നമ്മുടെ സൊല്യൂഷൻ കിട്ടി. φ = a sin kx പ്ലസ് b cos kx എന്ന് കിട്ടി. അതിനകത്ത് ഫൈയുടെ വാല്യൂ 0 ആയിരിക്കും വെൻ x = 0 ആൻഡ് x = l. ബൗണ്ടറി വോൾസിൻ്റെ കേസാണ് x = 0 x = l എന്ന് പറയുന്നത്. അപ്പം ഫൈയുടെ വാല്യൂ 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ x = 0 എന്നുള്ള കണ്ടീഷൻ മുകളിലത്തെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്നാ കിട്ടും? sin 0 എന്ന് പറയുന്നത് 0 ആണ് കിട്ടും. അപ്പോൾ നമുക്ക് φ = b cos kx എന്ന് കിട്ടും. ആ ഫൈയുടെ വാല്യൂ 0 ആണ് അല്ലേ. അപ്പോൾ 0 = b cos kx എന്ന് കിട്ടും. അപ്പം kx എന്ന് പറയുക x 0 ഇട്ട് കൊടുക്കുമ്പം 1 വരും. അപ്പോൾ b = 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ഏത് കേസ് എടുത്താലും ബൗണ്ടറിയിലെ സിറ്റുവേഷൻ തന്നെയായിരിക്കും എല്ലായിടത്തെ സൊല്യൂഷൻ്റെയും കേസ്. അപ്പോൾ ബിയുടെ കോഎഫിഷ്യൻറ്റ് ബിയുടെ വാല്യൂ 0 ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ജനറലായിട്ട് നമുക്ക് സൊല്യൂഷൻ എഴുതുമ്പോഴും ഈ ബി 0 ആക്കിയാണ് എഴുതാനെന്ന് അർത്ഥം. ഇനി രണ്ടാമത്തെ കേസ് എക്സിൻ്റെ വാല്യൂ എൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്നാ സംഭവിക്കും? എക്സിൻ്റെ വാല്യൂ എൽ ഇട്ട് കൊടുക്കുമ്പോൾ ഫൈയുടെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ 0 = എന്നാ കിട്ടും? ബി ഓൾറെഡി 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ എ സൈൻ കെ എൽ എന്ന് കിട്ടും അല്ലേ. എക്സിന് പകരം എൽ എന്ന് കൊടുക്കണം. അപ്പം 0 = a സൈൻ കെ × എൽ എന്ന് കിട്ടും. അപ്പോൾ അതിനകത്തുനിന്ന് അത് 0 ആകാനുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് സൈൻ കെ എക്സ് കെ എൽ 0 ആവുന്നതാണ്. അത് എപ്പോഴാണ് സംഭവിക്കുന്നത്? കെ എൽ ഷുഡ് ബി = ± nπ വരുമ്പോഴാണ്. അല്ലെങ്കിൽ കെയുടെ വാല്യൂ nπ/l വരുമ്പോഴാണ് അല്ലേ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂവും കിട്ടി, അതുപോലെ ബിയുടെ വാല്യൂ 0 ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്ക് സൊല്യൂഷനെ നമുക്ക് എങ്ങനെ എഴുതാം? φn എന്ന് പറയുന്നത് a sin kx എന്ന് കിട്ടി. അതിനകത്ത് കെയുടെ വാല്യൂ കിട്ടിയപ്പോൾ a sin nπ/l × x എന്ന് കിട്ടി. അതുപോലെ തന്നെ k² എന്ന് പറയുന്നത് 2m E/h² ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇയെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ h² k² /2m എന്ന് എഴുതാം.
അതിനകത്ത് കെയുടെ വാല്യൂ നമുക്കിപ്പം കിട്ടി n π/l ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ E = h² n² π² എന്ന് കിട്ടി. ഇപ്പോൾ ഇയുടെ വാല്യൂ ക്വാണ്ടൈസ്ഡ് ആണ് കിട്ടി അല്ലേ. E ഡിപ്പെൻഡ്സ് അപ്പോൺ n², ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് അല്ലേ. അപ്പോൾ E ഡിപ്പെൻഡ്സ് അപ്പോൺ n² ആണെന്ന് കിട്ടി. അതായത് ഇൻറ്റീജർ വാല്യൂ 1 2 3 വേറെ n = 1 2 3 എക്സ്. ക്വാണ്ടൈസ്ഡ് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂ മാത്രമേ, അത് എനർജി കണ്ടിന്യൂസ് അല്ല, ഒരു ഡിസ്ക്രീറ്റ് വാല്യൂ എനർജിക്ക് ഉള്ളൂ എന്നുള്ളത്, അല്ലെങ്കിൽ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. പാർട്ടിക്കിളിൻ്റെ ബോക്സിലെ പാർട്ടിക്കിളിൻ്റെ എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്ന് നമുക്ക് ഇവിടെ വ്യക്തമായി. ഇനി നോക്കിക്കേ, ഓരോ എനർജി സ്റ്റേറ്റിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ ഫംഗ്ഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. നമുക്ക് കിട്ടി φn എന്ന് പറയുന്നത് a sin n π/l × x ആണെന്ന് കിട്ടി. എന്നിൻ്റെ വാല്യൂ 1 2 3 അനുസരിച്ച് നമുക്ക് ഓരോ സ്റ്റേറ്റിലെ ഐഗൻ ഫംഗ്ഷൻ കിട്ടും. n1 ആണെങ്കിൽ എന്ത് കിട്ടും? n1 ആണെങ്കിൽ നമുക്ക് φ1 = a sin π/l എന്ന് കിട്ടും. 2 ആണെങ്കിൽ φ2 = a sin 2π/l എന്ന് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ സിൻസോയിഡൽ വേവ് ആണ്. അത് നമ്പർ ഓഫ് വേവ് എന്ന് പറയുക, എല്ലിൽ എത്ര, ഒരു എൽ ലെങ്ത്തിൽ എത്ര വേവ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന അതിൻ്റെ ഫേസ് വാല്യൂവിനെ ഫ്രീക്വൻസി വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പം നോക്കിക്കേ, ഓരോ n = 1-ൽ ഒറ്റ വേവ്, മറ്റൊരു 2 വേവ്, മൂന്നാമത്തെ ആകുമ്പോൾ 3 വേവ്, അങ്ങനെ ആണ് കിട്ടുന്നത്. ഇനി അതിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 0 to ∞, അല്ല 0 to L psi star psi d³ എന്നല്ല എഴുതുന്നത്. ഇവിടെ സൈക്ക് ഒരു ഫൈ ആണ് വേവ് ഫംഗ്ഷനായിട്ട് കിട്ടിയേക്കുന്നത്. അപ്പോൾ 0 to L φn star φn d³x ആണ് നമുക്ക് കിട്ടും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് ഇതിൻ്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ് ഓരോ കേസസിലും n = 1-ലും n = 2-ലും n = 3-ലും പ്രോബബിലിറ്റി എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും വരുന്നത്? നോക്കിക്കേ, പാർട്ടിക്കിൾ നടുക്ക് വരും അല്ലേ. ഏത് കേസിലാണ്? n = 1 ആണല്ലേ, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ. n = 2 ആണെങ്കിൽ നോക്കിക്കേ, അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ പ്രോബബിലിറ്റി എവിടെ ആയിരിക്കും കിടക്കാനുള്ളത്? 3 ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? അതിനകത്തുനിന്ന് വളരെ ക്ലിയർ ആണ് എങ്ങനെയായിരിക്കും, ഏത് ഭാഗത്തായിരിക്കും, ബോക്സിൻ്റെ ഏത് ഭാഗത്തായിരിക്കും പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബബിലിറ്റി കൂടി നിൽക്കുന്നതെന്നുള്ളത് നമുക്കിതിനകത്തുനിന്ന് വ്യക്തമാണ്. ഇനി നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടില്ല, അത് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് പ്രോബബിലിറ്റി 1 ആക്കിക്കൊണ്ട് നമുക്ക് ബോക്സിൻ്റെ അകത്ത് പാർട്ടിക്കിൾ കാണാനുള്ള സാധ്യത 1 ആണ്. അപ്പോൾ അതാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ a² ഇൻറ്റഗ്രൽ 0 to L sin² n πx/L dx = 1 എന്ന് കൊടുത്തിട്ട് നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് a² ഇൻറ്റഗ്രൽ 0 to L sin² θ എന്ന് പറയുന്നത് നമുക്കറിയാം 1 - cos 2θ/2 ആണെന്നറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി cos 2θ എന്ന് പറഞ്ഞൊരു ഈവൻ ഫംഗ്ഷനാണ്. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ അതിൻ്റെ വാല്യൂ 0 ആണ് കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത്തെ ടേം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടും. അപ്പോൾ ആദ്യത്തെ ടേം മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് a² × 1/2 അത് കോൺസ്റ്റൻ്റ് ആണല്ലോ. പിന്നെ അവിടെ dx-നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതിന് x എന്ന് എഴുതാം. അതിന് ലിമിറ്റ് കൊടുക്കുക 0 to L. അപ്പോൾ 0 to L-ൻ്റെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് വരുമ്പോൾ L - 0 എന്ന് വരും, L ആയിരിക്കും. അപ്പോൾ a² × L/2 = 1 എന്ന് കിട്ടി, അല്ലെങ്കിൽ a² = 2/L എന്ന് കിട്ടി, അല്ലെങ്കിൽ എയുടെ വാല്യൂ √2/L എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വേവ് ഫംഗ്ഷനെ കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. നമുക്ക് കിട്ടി നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് a sin n πx/L എന്നാണ് കിട്ടിയത്. അപ്പോൾ എയുടെ വാല്യൂ കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് φn ഓഫ് x എന്ന് പറയുന്നത് √2/L sin n πx/L ആണെന്ന് കിട്ടി. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ഇതിനകത്ത് ടൈം ഇൻഡിപെൻഡൻറ്റ് ടേം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. ടൈം ഡിപ്പെൻഡൻറ്റും ടേം കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ t(t)യുടെ സൊല്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചായിരുന്നു. അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് കംപ്ലീറ്റ് വേവ് ഫംഗ്ഷൻ കിട്ടുന്നത്. അപ്പോൾ φn ഓഫ് xt എന്ന് പറയുന്നത് എന്തെഴുതാം? നമുക്ക്
√2l sin n/x/l ഇൻറ്റു മറ്റേ ടൈം ഡിപ്പെൻഡൻറ്റിൻ്റെ സൊല്യൂഷനും കൂടെ e⁻IEnt/h എന്ന് എഴുതാം. അപ്പോൾ അതാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ അതൊന്ന് നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ ദാറ്റ് വിൽ φn x(t) ഇൻറ്റു φn സ്റ്റാർ x(t) എന്ന് കിട്ടും. അപ്പോൾ x(t) എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2/l sin² nπx/l എന്നാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈമാണ് അല്ലേ. സൊല്യൂഷൻ എന്ന് പറയുന്നത്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈമാണെന്ന് കിട്ടി. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം. സോ ദ വേവ് ഫങ്ഷൻസ് ആർ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് പാർട്ടിക്കിൾ ബോക്സ് എന്നുള്ള പ്രോബ്ലം. ഇത് നന്നായിട്ട് പഠിക്കാം.